ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? നമസ്കാരം. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു ഹാപ്പി ന്യൂസ് വന്നിട്ട് എൻ്റെ കുറേ കാലം കണ്ടിട്ടില്ല ഫ്രണ്ട്സിനെ ഞാൻ ഇന്ന് കാണുന്നുണ്ട്. സൗമ്യ, ഡെയ്സി, ദീപ്തി അവരെങ്ങനെ എൻ്റെ ഷോപ്പിൽ പർച്ചേസ് ചെയ്യാൻ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 10:30 മണിയാകുമ്പോഴേക്കൊക്കെ അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദീപ്തിക്ക് ക്രിസ്മസ് കളക്ഷൻ വേണം പറഞ്ഞിട്ടായിരുന്നു. കോട്ട് സെറ്റ് വേണം, അല്ലെങ്കിൽ ലൈക്ക് ടോപ്പ് മാത്രമായാലും കുഴപ്പമില്ല പറഞ്ഞു. അപ്പോൾ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വൈറ്റ് ബേസ് ചെയ്തിട്ടുള്ള വൈറ്റും റെഡും ഫസ്റ്റ് അവൾ നോക്കി. പിന്നെ അതിന് ശേഷം മറ്റേ റെഡിൽ കോളർ വെച്ചതും സ്ലിറ്റുള്ളതും അനാർക്കലി മോഡലൊക്കെ നോക്കുകയായിരുന്നു. പിന്നെ ഏകദേശം ഒന്നിൽ സെറ്റായി. ഇത് എടുക്കണ്ടേന്നുള്ളത് ഒന്നിൽ അവൾ ഫിക്സ് ചെയ്തു. അതിനുശേഷം നോർമലായിട്ടുള്ള 2-3 ടോപ്പുകളും കൂടെ വേണം പറഞ്ഞു കോട്ടണിൽ. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കി സെലക്ട് ചെയ്തു. അതിനുശേഷം ഇറങ്ങണ നേരത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു കേട്ടോ ഷോപ്പിൽ. അപ്പോൾ ദീപ്തിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ആ ആവശ്യത്തിനും കൂടെ വീഡിയോ എടുക്കുക എന്നുള്ളതിൽ ആൾ എടുത്തതാണ്. അതിനുശേഷം ഞങ്ങൾ നേരെ സന്ധ്യയുടെ വീട്ടിലേക്ക് പോയി. ബിക്കോസ് സന്ധ്യയുടെ ഫ്ലമിഗോ അക്കാഡമിയുടെ ഇനോഗ്രേഷന് ഇവർക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഷോപ്പിൽ വന്നപ്പോൾ നേരെ അങ്ങോട്ടും പോകാമെന്നുള്ളതിലായിരുന്നു അവർ വന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് വീടറിയില്ല. അപ്പം ഞാനൊന്ന് സ്കൂട്ടിയിൽ വന്ന് അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ അപ്പം തന്നെ ഷോപ്പിലേക്ക് പോകാമെന്നുള്ളതിലാണ് വന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓൾമോസ്റ്റ് ലാസ്റ്റ് വരയ്ക്കും ഞാൻ അങ്ങനെ ഇരുന്ന് പോയി വർത്തമാനം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ കുറേ നേരം 1-1:30 വരയ്ക്കും ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഭക്ഷണം റെഡിയാക്കാനായിട്ട് സന്ധ്യ പ്ലാൻ ചെയ്യുന്നു. അപ്പം ഞങ്ങൾ തന്നെ പറഞ്ഞു, ഞങ്ങൾ ഉണ്ടാക്കി എല്ലാവരും എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പം നമ്മൾ മാത്രം കഴിച്ചിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വീട്ടിലോട്ട് പോവുക. ഇനി കുറച്ച് കൂട്ടുകാരികളും കൂടെ വരാനുണ്ട്. അപ്പോൾ അവരും കൂടെ വന്നതിന് ശേഷം ഒരുമിച്ച് ഒരു ദിവസം നോക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം അവർ വീട്ടിൻ്റെ ബാക്കിലാണല്ലോ ഈ അക്കാഡമി ഉള്ളത്. അപ്പോൾ ഇവർ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങി. അതിനുശേഷം ഉച്ചനേരമായിരുന്നു. പക്ഷേ വെയിലുണ്ടെങ്കിലും നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ചൂടറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ അപ്പുറത്താണ് വലിയ ഗ്രൗണ്ട് ഉണ്ടാക്കണതിൻ്റെ പണി നടക്കുന്നത്. അവിടെ ക്ലേ വർക്കിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി പുല്ലൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരു സൈഡിൽ അതും ഒരു സൈഡിൽ ഇതും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പുറത്ത് കുറേ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. 10-40 കുട്ടികളുണ്ട് കേട്ടോ. 2ാം ക്ലാസ് മുതൽ +2 വരേക്കുള്ള പഠിക്കുന്ന കുട്ടികൾ അവിടെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉച്ച സമയമായി. അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സൊക്കെ തുറക്കണ പോലെ ഒരു സൈഡിൽ അവർ ലഞ്ചൊക്കെ കൊണ്ടുവന്ന് കുട്ടികൾ അത് കഴിക്കാനുള്ള ഒരു ഇതിലിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ടൈം ഞങ്ങൾ മെല്ലെ അകത്ത് കയറി. അവരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് നേരം നോക്കിയപ്പോൾ അവർ കഴിക്കാനിരുന്നപ്പോൾ ഞങ്ങൾ മെല്ലെ ഒന്ന് കളിച്ച് നോക്കാമെന്നുള്ളതിൽ ഇറങ്ങിയതാണ്. പക്ഷേ ബാക്കി ആരും കളിച്ചില്ല. ഞങ്ങൾക്കൊന്നും അറിയില്ല. എന്നാലും സൗമ്യ ബോളിങ് ചെയ്തു, ഞാൻ ബാറ്റിംഗ് ചെയ്തു. അങ്ങനെ സൗമ്യ അടുത്ത് ബാറ്റിംഗ് ആയിരുന്നു, ഞാൻ ബോളിംഗ് ആയിരുന്നു. നല്ല എല്ലാം തെറ്റിയാലും ഞങ്ങൾ പക്ഷെ ഫുൾ കോൺഫിഡൻറ്റിൽ കളിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവരവരെ വീട്ടിലോട്ട് പോകാനുള്ള സമയമായി. അപ്പം ഞാൻ ഷോപ്പിൽ തിരിച്ചു പോവാണ്. സന്ധ്യ വേറൊരു വഴിയുണ്ട്, എളുപ്പത്തിൽ പോകാനുള്ള വഴിയാണ് പറഞ്ഞിട്ട് അത് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞു. സന്ധ്യ സ്കൂട്ടിയിൽ അവർക്ക് കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ സൗമ്യയും ഡെയ്സിയും ദീപ്തിയും കാർ എടുത്തിട്ട് അവർ ബാക്കിലോട്ട് പോയി. ഞാനപ്പോൾ ഷോപ്പിലേക്കും തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വളരെ സന്തോഷം, എനിക്ക് എല്ലാവരെയും കണ്ടതിൽ നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നാളെ കാണാം. ബൈ.